എത്രയും പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഇന്ന് ജൂൺ 5-ാം തീയതിയാണ്. ഇന്നിൻ്റെ പ്രത്യേകത നമ്മുടെ എല്ലാവരുടെയും സംരക്ഷകയായ അമ്മയായ നമ്മുടെ ഭൂമിയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഒരു ദിനമാണ് ഇന്ന്. നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിക്കേണ്ടതാണ്. ആ ലോകരാഷ്ട്രങ്ങളുടെ ഭരണകർത്താക്കൾ ഇന്ന് എന്തിലാണ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? തങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിൽ എത്രമാത്രം ആറ്റം ബോംബുണ്ടാക്കാം, അല്ലെങ്കിൽ എത്രമാത്രം ന്യൂക്ലിയർ ബോംബുണ്ടാക്കാം എന്നുള്ളതൊക്കെയല്ലേ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കണേ. ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ച് കളയാകാവുന്ന വിധത്തിലുള്ള അതികഠിനമായ വൈറസുകളെ തങ്ങളുടെ ലാബുകളിൽ ഉണ്ടാക്കി അവർ ഇങ്ങനെ സംതൃപ്തി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. രക്ഷിക്കേണ്ട അമ്മയെ എങ്ങനെ തകർത്ത് കളയാം എന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ വിശേഷമാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മുടെ യുവതലമുറ ഈ ഒരു കാര്യങ്ങൾക്കായിട്ട് ശബ്ദമുയർത്തണം. നശീകരണ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. സെൻറ്റ് ജോസഫ്സിലെ കുട്ടികളും നമ്മളുടെ വിദ്യാർത്ഥിനികളും ഈ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ മക്കളോട് പറയുവാനുള്ളത്, സെൻറ്റ് ജോസഫ് മക്കളോട് പറയുവാനുള്ളത്, നമുക്കെങ്ങനെ ഈ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനാകും? നമ്മൾക്ക് ചെയ്യാകാവുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഓരോ മരത്തൈ നട്ടുകൂടെ? നമ്മുടെ പുരയിടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഏതാനും മരത്തൈകൾ നടുക. അതിന് വേണ്ട വിധത്തിൽ പരിപാലിക്കുക. നട്ടുപോരുക മാത്രമല്ല, അതിനെ പരിപാലിക്കണം, അതിന് വെള്ളം കൊടുക്കണം. അങ്ങനെ അതൊരു വൃക്ഷമായിട്ട് വളരട്ടെ. അങ്ങനെ നമുക്ക് സമൃദ്ധമായിട്ട് ഓക്സിജൻ ലഭിക്കട്ടെ. അതുപോലെ തന്നെ കഴിയുന്നതും മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുവാനാണ് ഞാൻ പറയുക. പകരം നമ്മൾ സൈക്കിളിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. വളരെ ചെറിയ ട്രിപ്പുകളൊക്കെ നമ്മൾക്ക് സൈക്കിളും മറ്റൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാവുന്നതല്ലേ. അതുപോലെ തന്നെ ചെറുപ്പക്കാരായ നിങ്ങൾ സോഷ്യൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മുഴുകേണ്ടതാണ്. ഇപ്പോൾ COVID-19 മഹാമാരിയിൽ വളരെയധികം പേർ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. പുറത്തിറങ്ങുവാൻ സാധിക്കാതിരിക്കുന്നവരുണ്ട്. സാധനങ്ങൾ വാങ്ങുന്നതിന് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ. അങ്ങനെയുള്ള സംഗതികളിൽ അതിനോട് ബന്ധപ്പെട്ട സന്നദ്ധ ഭടന്മാരായിട്ട്, മുന്നണി പോരാളികളായിട്ട് നമ്മുടെ മക്കൾ മുന്നോട്ട് വരണം. RRT മുതലായ സന്നദ്ധ സേവാ സംഘങ്ങളായില്ലേ കൂടിച്ചേർന്നുകൊണ്ട് അവരുടെ ഈ COVID-19 വിക്ടിംസിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ ഓടിയെത്തണം. അവരെ നമ്മൾ സഹായിക്കണം. ചെറുപ്പക്കാർക്ക് അതിന് സാധിക്കുകയുള്ളൂ. പ്രായമായവർക്ക് പുറത്തിറങ്ങാനാകില്ല, കൊച്ചുങ്ങൾക്ക് പുറത്തിറങ്ങാനാകില്ല. ആ ഒരു അവസ്ഥയിൽ ചെറുപ്പക്കാരായ നിങ്ങൾ വേണം ആ സഹായഹസ്തങ്ങളുമായി ഇവരെ സമീപിക്കേണ്ടത്. നമ്മുടെ കോളേജിലെ ഏതാനും കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അറിവിൽപ്പെട്ടിട്ടുണ്ട്. RRTകളായിട്ടും അതുപോലെ ഭക്ഷ്യക്കിറ്റുകൾ നൽകിക്കൊണ്ടും വളരെയധികം പേര് പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ COVID-19 സന്നദ്ധ സേനകളിൽ വളരെയധികം പേര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടർന്നും പ്രവർത്തിക്കണം. അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ കോളേജ് വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പേരുകൾ അങ്ങനെ ഉള്ള RRT മുതലായ സന്നദ്ധ സേവാ സംഘങ്ങളിൽ പെട്ടിട്ടുള്ളവർ നിങ്ങളുടെ ആ പേരുകൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കണം. നമുക്കത് അറിയണം. നമ്മുടെ മക്കളിൽ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് അറിയേണ്ടതായിട്ടുണ്ട്. നമ്മളതൊരു സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് അത് കൗണ്ട് ചെയ്യുന്നതാണ്. അതിന് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാർക്കിലോ മറ്റോ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥകളിൽ നമ്മൾക്കത് ചെയ്യാവുന്നതാണ്. സോഷ്യൽ സർവീസിന് ഒരു വെയിറ്റേജ് ഉണ്ടല്ലോ, അത് നമ്മൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സേവനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥിനികൾ തങ്ങളുടെ ഡീറ്റെയിൽസ് അതാത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കൂ. അത് നമ്മൾക്ക് വേണ്ട വിധത്തിൽ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ ഈ ജൂൺ
5-ാം തീയതി ഈ ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ പ്രകൃതിയെ നമ്മുടെ അമ്മയായ ഭൂമി ദേവിയെ സംരക്ഷിക്കുന്നതിനും അതുപോലെ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നവരെ എത്രമാത്രം നമുക്ക് സഹായിക്കാനാകുമോ അത്രമാത്രം സഹായിക്കുന്നതിനുള്ള ഒരു അവസരമായും എടുക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. പ്രിയപ്പെട്ട കുട്ടികളെ, പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഒരു പരിസ്ഥിതി നമ്മളാണ് സൃഷ്ടിച്ചെടുക്കേണ്ടത്. എൻ്റെ വീട്ടിലെ ചില കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാമ്പ മോള് നട്ടതാണ്. അമ്പഴം ഇതെന്റെ മോൻ നട്ടതാണ്. ഇത് മധുരപ്പുള്ളിയാണ്, എൻ്റെ രണ്ടാമത്തെ മോള് നട്ടതാണ്. ഇത് പൊമഗ്രാനറ്റ്, മാതള നാരങ്ങ എന്ന് പറയും. 3-4 ഉണ്ടായി. വീട് പണിയുന്നതിന് മുമ്പേ പറമ്പ് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു മലയാളി ചെയ്യുന്നത് ഒരു തെങ്ങ് നടുകയാണ്. പിന്നെ ഒരു മാവ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ചെടികളും. അരിനെല്ലി കായുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആശച്ചക്കയുടെ തൈയാണ്. നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.
സ്നേഹിച്ച പെൺകിടാവേ പൂവുകൾക്കുള്ളിൽ നീ മാഞ്ഞതെന്തേ പൂവാങ്കുരുന്നില പോലെ നിന്നെ കണ്ടു ഞാൻ മോഹിച്ചു നിന്നതല്ലേ പൂക്കളെ സ്നേഹിച്ച പെൺകിടാവേ പൂവുകൾക്കുള്ളിൽ നീ മാഞ്ഞതെന്തേ പൂവാങ്കുരുന്നില പോലെ നിന്നെ കണ്ടു ഞാൻ മോഹിച്ചു നിന്നതല്ലേ ശ്യാമാംബരം നീന്തി നീന്തി കൂടു തേടും പറവയെ പോലെ ആഴിതൻ നീർമിഴിക്കുള്ളിൽ അലിയും സൂര്യനെ പോലെ യാത്ര ചൊല്ലാതെ നീ പോയി എന്നാകാശമോ ശൂന്യമായി ആകാശമോ ശൂന്യമായി പൂക്കളെ സ്നേഹിച്ച പെൺകിടാവേ പൂവുകൾക്കുള്ളിൽ നീ മാഞ്ഞതെന്തേ പൂവാങ്കുരുന്നില പോലെ നിന്നെ കണ്ടു ഞാൻ മോഹിച്ചു നിന്നതല്ലേ. Good day to all. First, I wish to all a happy Environment Day. Today, I am going to present a short speech about the environment. A healthy environment is one that is sustainable for a long period of time. It's a source of life for everyone. Then it directs to determines the proper growth and development. Then our all needs for food, shelter, water, and all other things depends on the environment. Then the nature or environment always gives us good things only, but some human beings treated the nature or environment for money-making purposes. The harmful effects of the human activities on the environment increase day by day. That the activities are overpopulation, pollution, waste disposal, climate change, global warming, greenhouse effect, etc. Then the deforestation is another major crime against environment from the side of human beings. Due to above all of the activities our planet has to be unsustainable reached. Then the other one is fire. Then we must should take a pledge to say no to plastic. Instead of it, use eco-friendly materials on the environment. Then other one, the government will implement the strict laws and regulations against the human activities on the environment that is harmful to it. Then another important one is our citizens must do plantation of trees on our surroundings. So I would conclude my words with let us work together towards greener and the beautiful and sustainable future. Thank you. Morning to our respected principal, teachers, parents and my dear friends. Today I would speak about a few words about the environment day. Today is the 5th June, World Environment Day, and this day is celebrated worldwide to protect our environment. The main motto of the celebrating of this day is raise the awareness and protect our environment. And World Environment Day was first celebrated in 1974 with the theme Only One Earth. The World Environment Day is celebrated with a new theme every year to learn and share ways to save our environment. The theme of the Environment Day in 2021 is ecosystem restoration. The environment play the most significant role in the preservation and survival of every life form of the face of the earth. It's the form of the environment itself. We get the benefit of the various natural resources such as land, water and air. The environment need to be protected and saved at all costs. Due to the various harmful human and human-made activities, the environment has been subject to damage. The environment damage leads to
other cause to global warming, floods, droughts, etc. So this is their focus and remains as the increase the environment issues. World Environment Day motives the people to plant more trees and mindful of the harmful activities. We must protect our environment, the survival of human life on earth. We should all contribute by planting more trees, reduce the waste and recycle and reuse the things. Let us all pledge to save environment and keep clean and healthy for better tomorrow. With this conclude my speech. Thank you to all. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം. I'm here to recite a poem about the environment, our mother nature, the last breath. Why must you chop the trees down? What did they ever do to you? What do you think provides you with the oxygen, filters the air we eventually pollute? Are you really in need of more concrete? Is it essential to have their design shut? What do you think our planet will look like when all our whites left dead? Where we all like the bird's nest, how will the animals hide from the man if there is nowhere to left them to fly to? Nowhere safe from human hands. You are killing us all with your actions, robbing beauty from the earth. The forest, the chained with magic, the diversity it gives our planet's worth. God's, our blueprint, is being shredded. He sweeps the destruction being wrought, fields and woodland being slaughtered, his vision of heaven being from earth torn up. So I hope you're happy looking at your garden, now just a slab of wet cement, where once life danced in the great thickets, but where now all the visits is the death. Hello everyone, so as a part of Environment Day celebration, I am here with a speech. So let's start. World Environment Day is celebrated on June 5th globally. It is the day on which we spread awareness about environment and the need to conserve it. Moreover, it is essential to advocate for the greener environment and the conservation of nature. It is quite simple as we all conserve the environment today. The future generations will be able to lead a healthier life. We cannot be so selfish and use up all the resources for ourselves. World Environment Day is a perfect opportunity to make people aware of the issues that we are facing and how one can contribute to save it. Thus, it is quite important in its own way. World Environment Day reminds us to strengthen the world and ensure that nature is preserved at all costs. It throws light on the causes which are causing serious harm to our environment. For instance, the industries and factories are contributing largely to the pollution. They are deteriorating the quality of air and the air we breathe and the water we consume.
Further, it also urges them to become an active agents in developing environmental safety methods. Not just that, it also encourages everyone to keep their nearby surroundings safe and clean so that everyone can have a cleaner and greener and more prosperous future. On the occasion of World Environment Day, it is essential for all to realize that every little deed matters when it comes to saving the environment. No matter how small a step you are taking to lead a greener life, it does make a difference. Because if everyone starts doing little deeds one by one, it will turn into something big. As the saying goes, every drop makes an ocean. It is true in this case as well. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മനുഷ്യരാശിയെ ഇല്ലായ്മ ചെയ്യുന്ന ദുരന്തങ്ങൾക്കും മഹാമാരികൾക്കിടയിലാണ് ലോകം 49ാമത് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. നമുക്കും പ്രകൃതിയോട് ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം അതിൻ്റെ സംരക്ഷണത്തിനായി. പരിസ്ഥിതി പുനഃസ്ഥാപനം അതാകട്ടെ നമ്മുടെയും ലക്ഷ്യം. എല്ലാ ആശംസകളും. BB ക്ലാസിന്റെ പ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പേരിലും എല്ലാവരുടെയും പേരിലും ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. പ്രകൃതിയെ നമുക്ക് ഒറ്റക്കെട്ടായി സംരക്ഷിക്കാം. പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ജീവിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ക്യാമറ കണ്ണുകളിലൂടെ കണ്ട ചിത്രങ്ങൾക്ക് സ്ഥായിയായി നിലനിൽപ്പുണ്ടാകട്ടെ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഏവരും ചെടികൾ നട്ടുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കണമെന്ന വാക്കുകൾ പറയുമ്പോഴും നട്ട ചെടികളുടെ സ്ഥായിയായ നിലനിൽപ്പ് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. എല്ലാവരും നട്ട ചെടികൾ ദീർഘായുസ്സോടെ വളരട്ടെ, പ്രകൃതി സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, ഇത് പ്രാണവായുവിനായി നടന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ
തൈകൾ നിറഞ്ഞു നടന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണല് കിട്ടാൻ തപസിലാണിന്നിവിടെയെല്ലാം മലകളും ദാഹനീരിനു നാവു നീട്ടി വരഞ്ഞ പുഴകൾ സർവവും കാറ്റ് പോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ ഇവിടെ എങ്ങൻ പിറവിയെന്ന വിത്തുകൾ തൻ മന്ത്രണം. നമസ്കാരം. മർത്യജന്മം എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത്. മൺകൂനയാവും ഒരിക്കലെന്നോർക്കാതെ മത്സരിക്കുന്നുവോ മർത്യജന്മം? വെട്ടിപ്പിടിച്ചാലും എത്ര ലഭിച്ചാലും ആർത്തിയടങ്ങുകില്ലെന്തത്ഭുതം. വരികില്ല ഒരിക്കലും ഒരു വിപത്തിനിലേക്കെന്നു കരുതി നീ ആശ്വസിച്ചു. തെറ്റുപറ്റി നൃപ ഒന്നോർക്ക നീ ഭൂവിലൊന്നുമേ ശാശ്വതമല്ലയത്രേ. തെറ്റുപറ്റി നൃപ ഒന്നോർക്ക നീ ഭൂവിലൊന്നുമേ ശാശ്വതമല്ലയത്രേ. ആഘോഷവേളകൾ ആനന്ദ നൃത്തങ്ങൾ താങ്ങുവാനാകുന്നതിനപ്പുറം അമ്മ തന്മാരിൽ ചവിട്ടിയരച്ചൊരു മാളിക പണിയുവാനോടുന്നു നീ. മാലിന്യ കൂമ്പാരവും പുകയും നിറച്ചമ്മ തൻ വായടയ്ക്കുന്നു മക്കൾ. വിങ്ങി നീറി പുകഞ്ഞമ്മയിൽ നിന്നൊരു അണപൊട്ടിയൊഴുകുന്ന കാലം വരും. കത്തിജ്വലിക്കുന്ന നയനങ്ങളാലേ പ്രകൃതിതൻ സുഹൃതങ്ങൾ ചാരമാകും. കത്തിജ്വലിക്കുന്ന നയനങ്ങളാലേ പ്രകൃതിതൻ സുഹൃതങ്ങൾ ചാരമാകും.
ഒരു തൈ നടാം നമുക്കേവർക്കും വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കേവർക്കും വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. Good morning one and all, hope you all are doing well. So today I'm here to present a short speech about the topic environment, and we all know that today is June 5th World Environment Day. We all know that the current situation of our world, and actually I would like to talk about the solution for the problems of our environment. Due to all the human activities, our world reached unsustainable levels. Therefore, it's our duty and responsibility to lower the loss, and every individual can play a significant role in this solution. For example, we should take a pledge that no to plastics, and instead of that, we may make use of eco-friendly substitutes like paper bags, cloth bags, etc. And the government of each and every country must implement strict laws for industries to which they're releasing toxic waste for proper waste management. And the awareness program should be organized to encourage the citizens to use public transport as much as possible. And the list goes on, but due to some time issues, I'm just going to conclude my words. And before that, one more thing, just don't forget to plant a tree on this important day. And yeah, let's hope for a better tomorrow. Stay home, stay safe everyone. വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. മഞ്ഞു മൂടും മന്ദാരം, തിന്നൽ മൂളും കിന്നാരം, ചാഞ്ചാടുമോ മൗനരാഗം, മില്ലി മില്ലി തൊട്ടുണർത്തും ആ സുഗന്ധം തിന്നലിൻ വിശ്വാസമാകും. ആർദ്ര നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ, മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. Hi, my name is Shahla Ashraf. I'm here to say the major current environmental problems. First one, pollution. Second one, soil degradation. Third one, global warming. Fourth one, overpopulation. Fifth one, waste disposal. Sixth one, deforestation.
Environmental problems. Our environment is constantly changing. There is no denying that fact. However, as our environment changes, so does the need to become increasingly aware of the problems that surround it. With the massive influx of natural disasters, warming and cooling periods, different type of weather patterns and much more, people need to become aware of what type of environmental problems our planet is facing. By the environmental factors like river, water, ocean, global warming, climatic changes, etc. Last but not the least, my humble request to you all that you must participate in the events in your own capacity wherever you are. Even if you forward a message from your smartphone for environmental protection, I think it will change at least a couple of minds. Once again reminding you that never harm your nature and surroundings and